പോകാൻ റെഡി ആയിരിക്കുകയാണോ? മറ്റേ പിന്നെ ഗുളികയും തലവേദനയ്ക്കുള്ള ഗുളികയും ബാമൊക്കെ എടുത്തല്ലോ അല്ലേ? അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ സിന്ധുവിൻ്റെ മൂത്ത ആങ്ങളയുണ്ട്, പിന്നെ രണ്ടാമത്തെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ ഹസ്ബൻഡുണ്ട്. അവർ തിരുവല്ലയില. ഇനി അവിടെ പോയി അവരെയും കൂട്ടിക്കൊണ്ടാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. ഒരു വൺ ഡേ ട്രിപ്പ്. നമ്മുടെ സ്ഥലം നിങ്ങൾക്ക് പറയുന്നില്ല, നമുക്ക് ചെന്ന് അവിടെ കാണിച്ചു തരാമേ. ഞങ്ങൾ ഇറങ്ങാൻ പോവാം. ഇപ്പോൾ രാവിലെ ഇതുവരെ മഴയൊന്നുമില്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അറിയത്തില്ല. ഒരു വൺ ഡേ ട്രിപ്പ് വൈറ്റിങ് വരും. അപ്പോൾ നമുക്ക് പോകുന്ന വഴിയൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണാം. അപ്പോൾ കോട്ടയത്ത് നിന്ന് ഏറ്റുമാനൂരോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ഹോട്ടലാണ്. നല്ല ഭക്ഷണമായിരുന്നു. റേറ്റ് ഇച്ചിരി കൂടുതലുണ്ട്, പക്ഷേ ഹോട്ടൽ ഭയങ്കര സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. നല്ല ഇടിയപ്പവും വെജിറ്റബിൾ കറിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങളോട് നേരെ നമ്മുടെ കൂത്താട്ടുകുളം അടുക്കാറായ സമയത്ത് നമ്മൾ ഈ വെള്ളച്ചാട്ടവും ഒരു ക്രിസ്തീയ ദേവാലയം കാണുന്നത്. നല്ല രസമാണ് ഭയങ്കര ഭംഗിയാണ്. ഈ വെള്ളം ഇത് നമ്മൾ ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ, മേളിൽ റബ്ബറിൻ തോട്ടത്തിൽ കൂടെ വരുന്ന വെള്ളം. ആ വെള്ളത്തെ ഇത്ര മനോഹരമാക്കി എടുത്തിരിക്കുകയാണ്. അത് ഞങ്ങളും വിചാരിച്ചു ഇത് ഇങ്ങനെ ഉണ്ടാക്കി അതാണെന്ന്, പക്ഷേ അല്ല, മുകളിൽ നിന്നുള്ള വെള്ളച്ചാട്ടമാണ്. അതിനെ അവിടെ നല്ല മനോഹരമാക്കി എടുത്തു ആ വെള്ളച്ചാട്ടത്തെ. നല്ലൊരു ദേവാലയമാണ്. നമ്മൾ റോഡ് സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ല നല്ല ഭയങ്കര വ്യൂ ആണ്. അതിനടുത്തൊക്കെ നമുക്ക് പൈനാപ്പിളും റംബൂത്താനും ഒക്കെ വിൽക്കാനായിട്ട് അടക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ നിന്ന് കുറച്ച് റംബൂത്താൻ വാങ്ങിച്ചു. നമ്മുടെ ടൗണിൽ നിന്നും ഉള്ളതിൻ്റെ പകുതി വില പോലും ഇല്ല അവിടെ നിന്ന് റംബൂത്താൻ. നല്ല റംബൂത്താനാണ്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വീണ്ടും നേരെ പോവാണ്. ഞങ്ങൾ കോതമംഗലം തട്ടേക്കാട് കയറി. ഇപ്പോൾ ഞങ്ങൾ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ പോകുന്നത് നമ്മുടെ തട്ടേക്കാട് മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു നല്ലൊരു പുൽമേടുണ്ട്. അതെ, ഇപ്പോൾ ഒരുപാട് പേരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഒറിജിനൽ മിനി സ്വിറ്റ്സർലൻഡ് അല്ല. ഇത് നമ്മുടെ തട്ടേക്കാട് പിന്നെ പക്ഷി സങ്കേതത്തിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇടമലയാർ ഡാമിൻ്റെ റിസർവോയറാണിത്. വെള്ളമില്ലാത്ത സമയത്ത് ഇങ്ങനെ നല്ല പുൽമേടായിട്ട് കിടക്കും. ഭയങ്കര ഭംഗിയാണ്. രണ്ട് സൈഡും അങ്ങ് പച്ചപ്പാ പോകുന്ന വഴിക്കൊക്കെ. എല്ലായിടും ഇങ്ങനെ തന്നെ. ഇവിടെ നമ്മുടെ 6 വരുന്നുണ്ട് അതിൻ്റെ തീരത്തായിട്ടേ. ഇതാണെന്നുണ്ടെങ്കിൽ 2 ഹോം സ്റ്റേകളാണ്. 2 കെട്ടുവള്ളം മാതൃകയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന 2 ഹോം സ്റ്റേയാണ്. കുഞ്ഞിന് ഇങ്ങോട്ട് വരാൻ പേടിയാ കേട്ടോ. പിന്നെ രണ്ടാമത് അതിൻ്റെ അച്ഛൻ പോയി. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ അതിന് പേടി. ഇത് നമ്മുടെ മുള കൊണ്ടുള്ള പാലമല്ലേ, അതിനിടയ്ക്കാണ് കാല് പോയാലോ എന്നുള്ള പേടിച്ചിട്ടാണ്. നല്ല രസമാണ് ഈ പുൽമേട് കാണാൻ. ഞങ്ങൾ ചെന്നപ്പോൾ നേരിയ ഒരു ചാറ്റമഴ പോലെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കായിട്ട്. കാരണം നമ്മൾ ക്യാമറയായിട്ടൊക്കെ ഒത്തിരി ദൂരം പോയി കഴിഞ്ഞാൽ മഴ പെയ്താൽ പ്രയാസമാകുമല്ലോ എന്ന് കരുതിയാണ് കുട എടുത്തത്. ഇതല്ല നമ്മുടെ മിനി സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ്, ഇതല്ല, ഇതിനപ്പുറത്താണ്. മീൻ ഇഷ്ടം പോലെ മീൻ കിടപ്പുണ്ടല്ലേ. അത് തൊട്ടപ്പുറത്ത് ആറല്ലേ, ആറ്റീന് കയറി വരുന്നതോ. ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ. വലിയ മീനുണ്ട് കേട്ടോ, വലിയ മീനുണ്ട്. പിന്നെ അവിടെ ഈ ഒരു മരം ഒരുപാട് പേര് ഇവിടെ വന്നിരുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതിന് റീൽസൊക്കെ എടുക്കുന്നുണ്ട്. നല്ല രസമാണ് മരം ദൂരെ കാഴ്ച കാണാൻ. നമ്മളിപ്പോൾ ഇങ്ങനെ കാണുന്ന പോലെ അടുത്ത് എന്ന് കാണുമ്പോൾ ഇതിന് ഭയങ്കര ഭംഗിയാണ്. ഒരു മൂട്ടിൽ നിന്ന് തന്നെ ഒത്തിരി മരങ്ങൾ ഇങ്ങനെ കിളിച്ച് വന്ന് അത് ഭയങ്കര വ്യൂ ആയിട്ടാണ് നിൽക്കുന്നത്. മഴ പെയ്താൽ നമ്മൾ അതിൻ്റെ കീഴിൽ ചെന്ന് ഒത്തിരി പേര് അതിനെ മഴ പെയ്തപ്പോൾ അതിൻ്റെ കീഴിൽ നിൽക്കുകയായിരുന്നു. മനനത്തിലായിരിക്കും. ഇല്ല, ഇതേ കണ്ടോ എത്ര ഏരിയ കിടക്കുന്നതെന്ന് അറിയാം. നമുക്ക് കണ്ണിന് എത്ര വലുതാണ് മറ്റേ അപ്പുറത്ത്. അതൊരു ആറാണ്. അങ്ങോട്ട് പോക്കൂ. ഇത് കറങ്ങുന്നുണ്ട്. ഇത് ഉള്ളോ? അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നും നമുക്ക് മെയിനായിട്ടുള്ള മിനി സ്വിറ്റ്സർലൻഡിലേക്ക് നമ്മൾ പോയില്ല. പോയ വഴിക്ക് ഈ പച്ചപ്പും ഈ പുൽമേടും കണ്ടപ്പോൾ അതിൻ്റെ ഭംഗി കണ്ട് നമ്മൾ ഇറങ്ങിയത്. ഇപ്പോൾ നേരെ അങ്ങോട്ട് പോവാണ്. അവിടെ എത്തി. ഇതാണ് സ്ഥലം. നല്ല വെള്ളത്തിൻ്റെ നല്ല ഒഴുക്ക്, നല്ല സൗണ്ട്, നല്ല ശബ്ദമാണ്. നല്ല തണുപ്പല്ലേ.
നിങ്ങളെല്ലാവരും ഇവിടെ ഒന്ന് പോകണം കേട്ടോ. അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഒരിക്കലെങ്കിലും നമ്മളിവിടെ ഒന്ന് യാത്ര ചെയ്യണേ. അതിനകത്ത് ഒരുപാട് ഇതുപോലുള്ള അരുവികളാണ്. ഈ മണ്ണിടിഞ്ഞ് വീണാന്ന് തോന്നുന്നത് കണ്ടിട്ടില്ലേ? ഇല്ല, ഈ മണ്ണിടിഞ്ഞല്ല, ഇതിനിടയ്ക്കൂടെ ഈ വെള്ളം ചെറിയ ചെറിയ ചാലുകളായിട്ട് ഒഴുകിപ്പോയി അങ്ങനെ വലുതായോ. വലിയ മീനുകളുണ്ട് ഇതിനകത്ത്. അവിടെ തൊട്ടടുത്താണ് ആറ്. ആറ്റിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറും. പിന്നെ റിസർവോയറിൽ വെള്ളം കയറി മഴ കൂടുന്നതനുസരിച്ച് വെള്ളം കയറിക്കൊണ്ടേയിരിക്കും. നമ്മൾ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഞാൻ പാലം കയറിക്കോളാം, നിങ്ങൾ ഇറങ്ങിക്കോ. ഈ പാത കണ്ടോ, ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ടിരിക്കുക. അപ്പോൾ ഈ പോസ്റ്റിൽ കൂടാണ് എൻ്റെ യാത്ര. കാല് വല്ലം തെറ്റിപ്പോയ എൻ്റെ 3 ക്യാമറയും ഫോണും പേഴ്സും എല്ലാം ചേച്ചിയും ചേട്ടനും എൻ്റെ ആങ്ങളെയും ഉണ്ടായിരുന്നു എന്നാലും ഒരു ശ്രമം നടത്താം. ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നൊരു പ്ലാൻ ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞിട്ട് നേരെ മുന്നോട്ട് പോയി മാമലക്കണ്ടം വഴി അങ്ങനെ തിരിഞ്ഞ് നേര്യമംഗലത്തിറങ്ങി അങ്ങനെ പോകാമെന്നുള്ളൊരു ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷേ നമ്മുടെ വണ്ടി വളരെ ലോ ഫ്ലോർ വണ്ടി ആയതുകൊണ്ട് അടിയൊക്കെ ഭയങ്കരമായിട്ട് ഇടിക്കുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ പോയി, മാമലക്കണ്ടത്തിന് ഞങ്ങൾ പോയി. പക്ഷേ റോഡ് വളരെ മോശമായ റോഡായിരുന്നു. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാമലക്കണ്ടമൊക്കെ. അത് നമുക്ക് ഞങ്ങൾ തിരിച്ചിറങ്ങി റംബൂട്ടാനൊക്കെ വണ്ടിയിൽ നിന്ന് കഴിച്ചു. വീണോ? നല്ല സൂപ്പർ റംബൂട്ടാനായിരുന്നു അവിടെയൊക്കെ അല്ലേ. എന്ത് വലിപ്പം അതും വളരെ വിലക്കുറവ്. 100 രൂപയേ ഉള്ളൂ കിലോയ്ക്ക്. നമ്മുടെ ഇവിടെ 250, 300 ഒക്കെ മേടിക്കുന്നിടമുണ്ട്. ഇതേ കണ്ടോ സ്ഥലം. പച്ചപ്പാ അവിടുത്തെ ഭംഗിയില്ലേ. അത് നമ്മളൊരു വൺ ഡേ ട്രിപ്പൊന്നല്ല, നമ്മളൊരു ഹോം സ്റ്റേയിൽ അവിടെ ഒരു ദിവസം താമസിക്കണം. എങ്കിലേ നമുക്കത് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ സാധിക്കത്തുള്ളൂ. വൈകുന്നേരമാണ് നമ്മളവിടെ സ്റ്റേ ചെയ്യേണ്ടത്. പിന്നെ ഇഷ്ടം പോലെ ഹോം സ്റ്റേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ മേളിൽ ഒരു വലിയൊരു പഴയൊരു തറവാടുണ്ട് കേട്ടോ. ഞാൻ ആ തറവാടിൻ്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പോയിരുന്നു. വള്ളമല്ല, അവിടെ മീൻ പിടിക്കുന്ന ഈ ഉടക്കുവല വെച്ച് മീൻ പിടിക്കുന്നുണ്ട് ആറ്റിൽ. ഒത്തിരി വല ഇട്ടിട്ടുണ്ട് അവിടെ. ഇവരുടെ വലിയ മീൻപിടുത്തം. അത് ഉടക്കുവല വെക്കുന്നത്, ക്രോസ് വല കിട്ടും 6 കുറുകെ. മേളിൽ നിന്നും താഴെ നിന്നും വരുന്ന മീൻ അതേ കയറി ഉടക്കി ഭയങ്കര ഇഷ്ടംപോലെ മീൻ കിട്ടും. അങ്ങനെ ഒരു സിസ്റ്റമാണ്. എല്ലായിടത്തും മീനുണ്ട്, ഇഷ്ടംപോലെ മീനുണ്ട്. അവിടെ വേറെ ആരോ ഡ്രോണ് കൊണ്ടുവന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വ്യൂ നമുക്ക് കിട്ടണമെങ്കിൽ ഡ്രോൺ തന്നെ വേണം. ഇത് കണ്ടോ, വലിയ റംബൂട്ടാനാണ്. നമ്മളെടുത്തപ്പോഴുള്ള റംബൂട്ടാനല്ല, മാത്രമല്ല ഇത് വരിക്കയാണ്. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുരുവേ നടന്നിങ്ങി പോരും. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി റംബൂട്ടാനും ഒക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മളിപ്പോൾ ഇത് ഒറ്റപ്പുഴ വഴി മാമലക്കണ്ടത്ത് കയറിയിരിക്കുക. റോഡ് വളരെ ദുർഘടം പിടിച്ച റോഡാണ്. ഇതെല്ലാം വനമല്ലേ, നല്ല റിസർവ് വനമാണ്. നമ്മുടെ പുലിമുരുകൻ സിനിമയുടെ ഷൂട്ടിങ് നടന്നത് ഈ മാമലക്കണ്ടം ഭാഗത്തായിട്ടാണ്. കുറേ ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത്. പുലിമുരുകൻ്റെ അല്ലല്ല, അങ്ങ് കുറേ അങ്ങ് പോകണം. അപ്പം അവിടെ ഇപ്പം ഫോറസ്റ്റുകാർ അവിടത്തേക്ക് കടത്തി വിടുന്നില്ല. നേരത്തെയൊക്കെ സിനിമയുടെയൊക്കെ ഷൂട്ടിങ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അന്ന് പോയ ടൂറിസ്റ്റുകൾക്കൊക്കെ അവിടെ കയറാമായിരുന്നു. ഈ റോഡ് ഭയങ്കര പ്രയാസമായിരുന്നു പോകാൻ. ഇതേ കണ്ടോ, വലിയ XUV ഒക്കെ വരുന്ന പടമുണ്ടോ. ഇതിനകത്തൂടെ നമ്മുടെ കാറുമായിട്ട് പോകാൻ ഭയങ്കര പ്രയാസമായിരുന്നു. കുറേ പിള്ളേർ സെറ്റെല്ലാം കൂടെ വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഇവിടെ പാറയൊക്കെ കുറച്ചെടുത്ത് വണ്ടിയിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വണ്ടിയുടെ വെയിറ്റൊക്കെ കുറച്ച്, പിന്നെ പുറകെ വന്ന വണ്ടി എന്നുള്ള ചെറുപ്പക്കാർ കുട്ടികളൊക്കെ ഇറങ്ങി അവിടെ കല്ലൊക്കെ നിരത്തി, വലിയ കല്ലൊക്കെ ഇരുന്നത് ആ പോകുന്ന പയ്യനൊക്കെ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തതാണ്. അവരൊക്കെ ആ കല്ലൊക്കെ അവിടെ നിരത്തിയത്. കാരണം നമ്മുടെ വണ്ടി വളരെ താന്നു കിടക്കുന്ന വണ്ടിയല്ലേ. അങ്ങനെ ഞങ്ങൾ കയറി മേളിലോട്ട്. നല്ല രസമാണ് മാമലക്കണ്ടം. നമ്മൾ പോയി കാണേണ്ട ഒരു വനം തന്നെയാണ്. നമുക്ക് വനത്തിൽ കൂടെ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു സ്ഥലം. നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. വെള്ളച്ചാട്ടങ്ങളും കുളിക്കാൻ പറ്റിയ സ്ഥലങ്ങളും നല്ല നാടൻ ഭക്ഷണങ്ങളും. അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ടാറ്റ.